ഓക്കെയാണോ മാസ്റ്റർ? ഓക്കെയാണ് ജസ്റ്റിൻ ഓക്കെ അല്ലേ? അഭിഷേകത്തെ തരുന്നവനേ
ഭാഗങ്ങളിൽ നിന്നായി ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തീയ അഭിവാദനങ്ങൾ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിനും നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. കഴിഞ്ഞ 3 ദിവസങ്ങളിലും കർത്താവിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം നമുക്ക് നിരന്തരമായി അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രാർത്ഥനാ നിർഭരമായി ഇന്ന് രാത്രി നമുക്ക് ദൈവസഭയിലേക്ക് അടുത്തു വരാം. എല്ലാ കണ്ണുകളും അടയപ്പെടാം. ദൈവസഭയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയും അങ്ങയുടെ മാറാത്ത സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നായി അങ്ങയുടെ ജനം ഓൺലൈനിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണം. അതിനായി കർത്താവെ, പ്രിയ സഹോദരൻ പോൾസനെ ദൈവം ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനന്തരമായി പ്രിയ കർത്തൃദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിനായി ഒരുമിച്ച് അങ്ങയോട് യാചിക്കുന്നു. തിരുനാമം എല്ലാറ്റിലും മഹത്വം എടുക്കണമേ. ഇതിന്റെ സാങ്കേതിക വശങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ സർവശക്തന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന കർത്താവെ, ടെലികാസ്റ്റിനും മറ്റും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വേണം എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താവെ, അനേക ഹൃദയത്തിനകത്തോ ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിംഗ് പരിവർത്തനത്തിന് കാരണമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മൾ തുടർന്നുള്ള സമയം ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പ്രത്യേകാലം ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം അനുഗ്രഹീത ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടതിനായിട്ടായിരിക്കുന്ന പ്രിയ ബ്രദർ പോൾസൺ സാമുവൽ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ UK നിന്നാണ് താൻ നമ്മോട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ കാലങ്ങളിൽ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കർത്താവിനായി ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു യങ്സ്റ്ററാണ് പ്രിയ പോൾസൺ. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങൾ പ്രിയ ജോൺസണിൽ നിന്നും ജെയ്സണിൽ നിന്നുമാണ് ഞാൻ പ്രിയ പോൾസനെ പരിചയപ്പെടുന്നത്. ഇതിനു മുൻപിലുള്ള നമ്മളുടെ മീറ്റിംഗിൽ പ്രിയപ്പെട്ടവർ കടന്നു വരികയും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരിലൂടെ എനിക്ക് പ്രിയ പോൾസനെ പരിചയപ്പെടുവാനും തന്നെ പറ്റി കൂടുതൽ കേൾക്കുവാനും കർത്താവ് അവസരം നൽകി. ഇന്ന് രാത്രിയും ഒരുമിച്ച് ലഭിച്ച ഈ ആത്മീക കൂട്ടായ്മയ്ക്കായി ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകാൽ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിലെ ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രിയ ബ്രദർ പോൾസൺ സാമുവൽ അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. Hallelujah. Praise the Lord. ദേവദാസനെ കേൾക്കാമോ? Praise the Lord. Hallelujah. Hallelujah. Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എസ്പെഷ്യലി ഈ മീറ്റിംഗ് IPC ബെർഷെബ നെടുങ്കാടുപള്ളി നടത്തുന്ന ഈ ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന മീറ്റിങ്ങിന് എനിക്ക് വന്ന് കർത്താവിനെ ആരാധിക്കുവാനും പാടുവാനും ഉള്ള കൃപ ദൈവം തന്നതിനായ സ്തോത്രം. ഇന്ന് രാത്രി മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദേവദാസൻ, ഈ മീറ്റിങ്ങിനെ എന്നെ ക്ഷണിച്ച ദേവദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലെസൻ ഇന്ന് രാത്രി നമ്മളോട് വചനം അറിയിക്കുവാൻ ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേക്തൻ പാസ്റ്റർ ഡാനിയൽ, അങ്ങനെ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദേവദാസൻ അറിയിച്ച പോലെ ഞാൻ ഇപ്പോൾ UK യിൽ ഏകദേശം 3 മണി കഴിഞ്ഞ സമയമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 7:30 കഴിഞ്ഞ സമയമാണ് ഞാൻ വിശ്വസിക്കുന്നു. നാം എവിടെ ആയിരുന്നാലും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ യോജിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ദൈവം നമ്മെ കാൽവരി ക്രൂശിൽ നമുക്കായി മരിച്ച് നമുക്കായി അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തി ഇന്നും ജീവിക്കുന്ന ദൈവം, ആ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സങ്കീർത്തനം 118:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: Oh, give thanks to the Lord, for he is good, for his mercy endures forever. Amen. ഇന്ന് രാത്രി അവന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്ന ഗാനങ്ങൾ നമുക്ക് പാടാം. നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു ഗാനമാണ്: നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ, അവൻ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ. ഹല്ലേലൂയ. പാട്ടുകാരനോട് നമുക്ക് ചേർന്ന് പാടാം: നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും. ഹല്ലേലൂയ. ജീസസ്, we worship you. Yes, you are.
ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തെ ഏകപുത്രനാ നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രനാ നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. We worship you, Father. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയുള്ള ദൈവത്തോടെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഹല്ലേലൂയ. അവൻ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് എങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. 86-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തുതിക്കും, നിന്റെ നാമത്തെ എന്നേക്കും മഹത്വപ്പെടുത്തും. I will praise thee, O Lord my God, with all my heart, and I will glorify thy name forevermore. Hallelujah. കഴിഞ്ഞ നാളുകളിൽ നമ്മെ കാത്തു പരിപാലിച്ച് ഹല്ലേലൂയ ക്ലേശങ്ങളോ ഭാരങ്ങളോ ഒന്നും നമ്മെ ഏശാതെ ഈ മരുഭൂമി യാത്രയിൽ നമ്മെ കാത്തു പരിപാലിച്ച് നമ്മെ ഒന്നിനും മുട്ടുവരുത്താതെ ഹല്ലേലൂയ നമ്മെ നടത്തിയ നല്ലതാണെന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ പറയണം: ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രി വെറും ഒരു മീറ്റിംഗ് ആയി മാറാതെ ദേവദാസിൽ കൂടെ കേൾക്കുന്ന വചനം എൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ
ഇടപെടുവാൻ, അതെൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. എത്ര പേർ കഴിയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി സമർപ്പണത്തോടെ നമുക്ക് പാടാം. കർത്താവേ, ഞാൻ എന്നെ നൽകിയിടുന്നു അങ്ങയുടെ സന്നിധിയിൽ, അങ്ങനെ പണിയണമേ കർത്താവേ. ഹല്ലേലൂയ. He makes you and molds you, hallelujah, into what he wants you to be. Hallelujah. അവൻ നമ്മെ പണിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ it's not like a potter making a pot. It wouldn't be like that. It would be completely different. He would make us and mold us into something that he wants us to be. Hallelujah. അവന്റെ ഹിതപ്രകാരം ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാടാം. ഞാൻ എന്നെ നൽകിയിടുന്നു, സമ്പൂർണമായി സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമ്പോൾ ഈ മൺപാത്രത്തെ പണിയണമേ കർത്താവേ എന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സമ്പൂർണമായി ഞാൻ നൽകിയിടുന്നു. കൃപയേകണേ നിന്നാത്മാവിനാ സമ്പൂർണമായി നിലനിന്നിടാ. കൃപയേകണേ നിന്നാത്മാവിനാ സമ്പൂർണമായി നിലനിന്നിടാ. ജീവൻ നൽകിയതാ ഞാനെന്നും നിന്റേതല്ലേ. പിന്മാറി പോയിടാതെ ഇടയാകല്ലേ നാഥാ. ഞാനെന്നെ നൽകിടുന്നേ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ നമ്മെ താങ്ങുന്ന ഒരുവനുണ്ട്, നമ്മുടെ ക്രിസ്തു. ഹല്ലേലൂയ. സങ്കീർത്തനം 46:10 ഇങ്ങനെ പറയുന്നു, He says, "Be still and know that I am God. I am exalted among the nations and I will be exalted in the earth." മിണ്ടാതിരുന്ന് ഞാൻ ദൈവം നിറഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. അവൻ നമ്മെ നിർമ്മിച്ച യഹോവയാകുന്നു. ഹല്ലേലൂയ. നാം അവന്റെ ജനമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഒരുപക്ഷെ നമ്മുടെ സറൗണ്ടിങ്സ്, ഹല്ലേലൂയ, നമുക്ക് അനുകൂലമല്ലെങ്കിലും, ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. അവന്റെ ചിറകിൻ മറവിൽ നമ്മെ മറച്ച ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ഗാനം പാടുന്നു, Hide me now under your wings, Father. Lord, hide us in your mighty hands, Father Jesus.
പിതാവായും വാഴുന്നതാ ഭയമില്ല ഇനിയൊന്നിനും ഭയമില്ല എനിക്കൊന്നിനും Oh, I will be still, know you are God, and I will be still, know you are God. ഇന്ന് രാത്രി എത്ര പേർ പറയുക സമുദ്രങ്ങൾ എന്റെ നേരെ ഇരച്ചു വന്നു, പെരുവെള്ളത്തിന് മീതെ ഞാൻ നടന്നിരുന്നു, കാരണം എന്റെ ദൈവം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ ശക്തനായവൻ. ഹല്ലേലൂയ. അവനാണ് എനിക്ക് ജീവൻ തന്നത്. ഹല്ലേലൂയ. He is the way, the truth and the life, and those who believe in him will have life. ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ നമുക്ക് ഇന്ന് രാത്രി പാടി ആരാധിക്കാം. നമുക്ക് തന്ന നമുക്ക് വീട് തന്നതുകൊണ്ടല്ല, നമുക്ക് കാറ് തന്നതുകൊണ്ടല്ല, അല്ലെങ്കിൽ പണം തന്നതുകൊണ്ടല്ല. അവൻ നമ്മെ വീണ്ടെടുത്തു. അവന്റെ സ്വന്തം പുത്രനും പുത്രിമാരും ആക്കി തീർത്ത് അവന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ he made us his own daughters and son, to be worthy to be called his daughters and son. When we were not worthy, he made us worthy. Let's praise his holy name. Let's clap our hands and praise his name. നമുക്ക് കരങ്ങളെ അടിച്ച് കർത്താവിനെ പാടാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ നാം അവനെ ഘോഷിക്കാം. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും രാത്രി അടിച്ച് ഹല്ലേലൂയ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവൻ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഓ അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഓ താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തിയോ. താഴ്ചയിൽ എനിക്ക് തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂന്നി പൊൻകരത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണൂന്നി പൊൻകരത്താൽ, തുടിക്കുന്ന മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഓ കരകണതാഴി വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. കരകണതാഴി വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തി അതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തി അതും. ഓ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്ക് മുൻചെന്നതം വിശുദ്ധന്മാരാം അലങ്കൃതമായ തിരുവചനം. നമുക്ക് മുൻചെന്നതം വിശുദ്ധന്മാരാം
അലങ്കൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ അനുദിനം തരുമവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ ജീവന്റെ ഉറവിടം ഹല്ലേലൂയ നാവിനാൽ അവനെ നാം ഘോഷിക്കാം ജീവൻ ഉറവിടം നാവിനാൽ അവനെ നാം ഘോഷിക്കാം അവനാത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു അവനാത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ഓ താഴ്ചയിൽ എനിക്കവൻ തണലേകി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി താഴ്ചയിൽ എനിക്ക് തണലേകി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി തുടച്ചെന്റെ കണ്ണൂന്നിൽ പൊൻകരത്താ തുടിക്കുന്ന മാനം സുഖ സന്തോഷത്താ തുടച്ചെന്റെ കണ്ണൂന്നിൽ പൊൻകരത്താ തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താ ജീവനോടുകൂടെ ജീവന്റെ ഉറവിൻ ക്രിസ്തുവത്രേ നാവിനാൽ അവനെ നാം ഘോഷിക്കാം ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവിനാൽ അവനെ നാം ഘോഷിക്കാം അവനാത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു അവനാത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ഓ അവനാത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു ആമേൻ അവനാത്രേ എൻ പാപഹരൻ തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ വീണ്ടെടുപ്പുകാരാ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത് നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിർത്തിടും ദയയാ ദയയാ നിത്യദയയാ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് ആമേൻ നന്ദി യേശുവേ നിനക്കു നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തി ഹല്ലേലൂയ രവശമന ഓ ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ ശുഭനം നലരാജകരം നലരഗാദന ബാരിഗലഗണക ശബ്ദന രാജകരക്ഷകദാരവന ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. Lord Father, thank you for this wonderful morning. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം ആരാധിക്കുവാനുള്ള കൃപ അങ്ങ് തന്നതിനായി സ്തോത്രം. Lord, as we offer the sacrifice in your presence, Lord, let it be pleasing to you, Father. If there is anything stopping us from offering a pleasing sacrifice, wash us with your cleansing blood and make us white as snow, Father Jesus. Lord, കർത്താവേ, ഇന്ന് രാത്രി അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനിടണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവദാസൻ കൂടെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇടപെടണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വമായി തീരുവാനിടയാകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Thank you so much for Pastor for inviting me. May God bless you. Thank you so much. Hallelujah.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയും കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗം നമുക്ക് തന്ന അവസരങ്ങൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിൽ ആത്മസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി അധികം നമുക്ക് അവസരം നൽകുവാനിടയായി. പ്രത്യേകിച്ച് പ്രിയ പോൾസൺ വളരെ അനുഗ്രഹപ്രദമായി അഭിഷേകത്തോടെ ഇന്ന് രാത്രിയും ഗാനസൂക്ഷിക നേതൃത്വം നൽകുവാനിടയായി. പ്രിയ മകനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഞങ്ങൾ ഹൃദയംഗമായിട്ടുള്ള നന്ദിയെ ഇന്ന് രാത്രിയിൽ പ്രിയ പോൾസൺ സാമുവൽ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം അധികമായി സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമ്മളെല്ലാവരും കർത്താവിന്റെ സ്ഥിതിയിൽ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ പ്രിയ ദൈവദാസൻ പാസ്റ്റർ ജേക്കബ് ചാക്കോ അവர்கள் ഇപ്പോൾ ദൈവസ്ഥിതിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ പാസ്റ്റർ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, പ്രിയ റോയ് പാസ്റ്റർ ഇപ്പോൾ ദൈവസ്ഥിതിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവെ ഫോക്കസ് എൻകൗണ്ടർ എന്ന മീറ്റിംഗിന്റെ 4ാം ദിനം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്തു. കഴിഞ്ഞ 3 ദിനങ്ങളിൽ അനുഗ്രഹിച്ച കർത്താവ് ഈ 4ാമത്തെ രാത്രിയും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഫെയ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നടത്തിയ കർത്താവിന്റെ ദാസൻ പോൾസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് തന്റെ ജനത്തെ ആരാധനയിലേക്ക് നയിക്കുവാൻ തന്റെ ദാസനെ ദൈവം ശക്തീകരിച്ച് അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കണമേ. UK-യിൽ കർത്താവിന് വേണ്ടി വളരെ ശക്തിയോടെ നിലകൊള്ളുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രാത്രി ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന ശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞങ്ങളോട് അരുളി ചെയ്യുവാൻ തന്റെ ദാസനെ ദൈവം സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രാത്രി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും സർവശക്തനായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രി വിടുവിക്കുന്ന, രക്ഷിക്കുന്ന, ഹല്ലേലൂയ, സൗഖ്യമാക്കുന്ന, ശക്തീകരിക്കുന്ന, ആശ്വാസം പകരുന്ന, ബലം നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി വാസ്തവമായി മീറ്റിംഗിലൂടെ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ മീറ്റിംഗിനെ നിയന്ത്രിക്കണമേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചകളും പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരമുയർത്തി നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹീത സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ഇങ്ങനെ അടുത്തു വരുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിൽ ഈ 4ാം ദിവസം നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ വലിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നിട്ട 3 ദിവസങ്ങളിലും കർത്താവിന്റെ സന്നിധിയിലായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതുകളും അനുഗ്രഹീത ഗാനങ്ങൾ പാടി ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകി. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുവാൻ, അനേകരുടെ ദൈവാത്മാവരോട് സംസാരിച്ചു എന്നുള്ള അനുഭവങ്ങളെ കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. തുടർമാനമായി ഏതാണ്ട് 150-നോടടുത്ത ദിവസങ്ങളാണ് തുടർമാനമായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്നത്. അതിൽ തന്നെ ഫോക്കസ് എന്ന പേരിൽ എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു പ്രോഗ്രാം നമ്മൾ തുടർമാനമായി നടത്തിക്കൊണ്ടിരുന്നു. അതിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു ഓണത്തിന്റെ ഈ ഒരു ടൈമിൽ ഈ ഒരു 5 ദിവസം ഒരു അടുപ്പിച്ച ഒരു പ്രോഗ്രാമായിട്ട് ഇങ്ങനെ കൂടുവാൻ കർത്താവ് അവസരം നൽകി. ഇന്ന് രാത്രിയിലും നമ്മോടൊപ്പം ആയിരിക്കുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹ അഭിവാദനങ്ങൾ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേക ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മോടൊപ്പം ആയിരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയും ജയോത്സവ മിനിസ്ട്രീസിന്റെ ചെയർമാനും അതുപോലെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ കർത്താവിനെ ഉയർത്തുന്ന അനുഗ്രഹീത കർത്തൃദാസൻ, ഞാനൊരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും വേണ്ടുന്ന ആത്മീക കൈത്താങ്ങലുകളും ഒത്തിരി ആത്മീക പ്രചോദനങ്ങളും അവസരങ്ങളും ശുശ്രൂഷയ്ക്കുള്ള
സാധ്യതകളും എല്ലാം എനിക്ക് ഒരുക്കി തരുന്ന ദൈവദാസനാണ് പ്രിയ കർത്തദാസൻ പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്നതിൽ അവരുകൾ ഇന്ന് രാത്രിയും പ്രിയ ദൈവദാസനെ നമ്മുടെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ലഭിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ തിരക്കുകളുടെ നടുവിലും നമ്മോടൊപ്പം ഇങ്ങനെ സമയം ചെലവഴിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകാലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും സ്വാഗതത്തെയും ഇന്ന് രാത്രിയിൽ പ്രിയ കർത്തദാസനെ അറിയിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്തദാസൻ പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്ന അവരുകളെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സുവിശേഷ യോഗത്തിന്റെ ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം എനിക്ക് ആയിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടർ എന്ന ഈ സുവിശേഷ ശുശ്രൂഷയിൽ എനിക്കും നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഒരവസരം ഒരുക്കി തന്ന എൻ്റെ കുഞ്ഞനുജൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സിനോടുള്ള എൻ്റെ നന്ദിയെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ് ഫെയ്ത്ത്. എനിക്ക് വളരെ പ്രിയങ്കരനാണ്, വളരെ ഇഷ്ടമാണ്. കണ്ട നാൾ തൊട്ട് ഒരു നല്ല നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ഇടപെടുന്ന ഒരാള്. ഈ തലമുറയിൽ കർത്താവ് ശക്തമായി ദൈവം തന്നെ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖസ്തുതി പറയുകയല്ല. എനിക്ക് സുവിശേഷം പ്രസംഗിക്കുന്നവരോടും സുവിശേഷം അറിയിക്കുന്നവരോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനപ്പുറത്തൊരു സ്നേഹം എനിക്ക് കർത്താവിന്റെ ദാസൻ ഫെയ്ത്തിനോടുണ്ട്. കാരണം ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും സമയവും ഒക്കെ കർത്താവിന് വേണ്ടി ചെലവിടുന്നല്ലോ. ഇങ്ങനെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഈ കാലയളവിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഫേസ്ബുക്കിലും അതുപോലെ സൂമിലും ഒക്കെ പ്രസിദ്ധപ്പെടുത്തുവാൻ, ഉയർത്തുവാനൊക്കെ ദൈവം ഉപയോഗിക്കുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് തൻ്റെ പ്രവർത്തനങ്ങളെ, തൻ്റെ സഭയെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇതിനു മുമ്പും ഈ ലോക്ക്ഡൗൺ കാലയളവിൽ തൻ്റെ ചർച്ചിലെ ഒരു സൂം മീറ്റിംഗിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഇന്നും ഇത് ചർച്ചിലെ മാത്രമല്ലല്ലോ, ഫേസ്ബുക്കിലും ഉണ്ട്. അങ്ങനെ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ പോൾസൺ ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ ഓഫ് ചെയ്തെങ്കിലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി പാടി കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കാരണം വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇടയായി. തൻ്റെ ഗാനങ്ങൾ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരുന്നു. എന്നെ നിങ്ങൾ കാണണ്ട എന്ന് വിചാരിച്ചാണ്. കാരണം ദൈവ സാന്നിധ്യത്തിൽ, ദൈവകൃപയിൽ ഞാനായിരുന്നു. ആ പാട്ടുകൾ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിക്കാനിടയായി. കുറച്ചുകൂടെ നീണ്ടുപോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം നല്ല ആരാധന അന്തരീക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നിയോഗവും ഒക്കെ തൻ്റെ പാട്ടുകളിൽ ഉണ്ടായിരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. തോമാച്ചാൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, കണ്ണൂരിന്ന്? ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രിയ തോമാച്ചാനെ ഓർത്ത് ദൈവം പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് പ്രിയ തോമാച്ചാൻ. എൻ്റെ വളരെ അടുത്ത ആളാണ്. റോയ് പാസ്റ്റർ പ്രാർത്ഥിച്ചല്ലോ, ആമേൻ. മറ്റ് ദൈവദാസന്മാരെ ഒന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ മുമ്പിൽ ആകപ്പാടെ 3-4 പേരെ ഞാനൊരു ടാബിലാണ് കയറിയിരിക്കുന്നത്, കമ്പ്യൂട്ടറിലല്ല. കമ്പ്യൂട്ടറിലെ പിള്ളേർ മേളിൽ പഠിക്കുക. അപ്പം അതുകൊണ്ട് ഞാനൊരു ടാബിലാണ് കയറിയാണ്. കുറച്ചുപേരെ കാണത്തുള്ളൂ. ഓക്കെ, നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളുടെ കൂടെയൊക്കെ സമയം ചെലവഴിക്കാനും ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിലൊക്കെ ഇത് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും കേട്ട് കർത്താവിനെ അറിയുന്നതിലൂടെ കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സാധാരണ നമുക്ക് ധാരാളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സൂമും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഇത് ഫേസ്ബുക്കിൽ പോകുമ്പോൾ നിശ്ചയമായിട്ടും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരൊക്കെ ഇത് വാച്ച് ചെയ്യും.
ആരെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ ഈ പ്രസംഗിക്കുന്ന വചനം ഗുണകരമായി തീരണമേ എന്നൊരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. നിശ്ചയമായിട്ടും അതിനുവേണ്ടി ദൈവം ഇടയാക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എനിക്ക് ലഭ്യമായിരിക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവം എനിക്ക് തന്ന ചെറിയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് 3 ദൈവവചനങ്ങളാണ് ഞാൻ വായിക്കാൻ, 3 ഭാഗങ്ങളാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. 9:22, ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 22, 22. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. വിത്തൗട്ട് the shedding of blood there is no remission. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിത്തൗട്ട് ദ ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് അവർ ഗാഡ്. വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് അവർ ഗാഡ്. മൂന്നാമത്തത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഞാൻ ഈ വായിച്ച വാക്യം 3 വാക്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വിത്തൗട്ട് എന്ന പദമുണ്ട്. വിത്തൗട്ട്. ഒന്ന്, വിത്തൗട്ട് ദ ഷെഡിങ് ഓഫ് ബ്ലഡ് there is no remission. Number 2, രണ്ടാമത്തെ കാര്യം, without faith it is impossible to please our God. Number 3, without me we can do nothing. രക്തച്ചൊരിച്ചിൽ കൂടാതെ. രണ്ടാമത്തത് വിശ്വാസം കൂടാതെ. മൂന്നാമത്തത് എന്നെ കൂടാതെ. അത് യേശു പറഞ്ഞ കാര്യമാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, എന്നെ കൂടാതെ. 3 കൂടാതെ എന്ന ഭാഗം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. വിത്തൗട്ട്, ഒഴിച്ചുകൂടാൻ കഴിയാത്ത, പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ അവന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒഴിച്ചുകൂടാൻ കഴിയാത്ത, നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ മോർട്ടൽ ശരീരത്തിൽ, ഈ ഭൗതിക ശരീരത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. ഈവൻ നമുക്ക് വായു, ഓക്സിജൻ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആഹാരം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കുറച്ച് നാളൊക്കെ വേണം ജീവിച്ചെന്ന് വരാം. പക്ഷെ ഓക്സിജൻ ഇല്ലാതെ മിനിറ്റുകൾ, സെക്കൻഡുകൾ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വെള്ളം, ജലമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യന് വസ്ത്രം ആവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. പാർപ്പിടം, വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ കോരിച്ചൊരിയുന്ന മഴയത്തും പൊള്ളുന്ന വെയിലിനും ഒക്കെ ഒരു ഷെൽട്ടർ മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ഈ ലോകത്തിൽ അത്യാവശ്യമായ കാര്യങ്ങൾ ഒത്തിരി മനുഷ്യനോടുള്ള ബന്ധത്തിലുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ മോർട്ടൽ, ഈ മർത്യമായ ശരീരത്തിന്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ചല്ല പ്രതിപാദിച്ചിരിക്കുന്നത്. അവന്റെ ആന്തരിക മനുഷ്യന്
അവന്റെ നിത്യതയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ആത്മമനുഷ്യൻ, ആമേൻ, അതിനൊഴിച്ചുകൂടാൻ കഴിയാത്ത ഘടകങ്ങളെ കുറിച്ച്. ഒന്ന്, യേശുവിന്റെ രക്തം. രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന രക്തം യേശുവിന്റെ രക്തത്തെ കുറിച്ചാ. രക്തച്ചൊരിച്ചിൽ കൂടാതെ യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട്, വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുണ്ടല്ലേ, പണ്ടൊക്കെ ഈ റോഡ് സൈഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജുവല്ലറിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, വിശ്വാസമല്ലേ അതല്ല. വിശ്വാസം, ഈ ലോകത്തിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു സാധാരണ വിശ്വാസത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ ദൈവത്തിലുള്ള വിശ്വാസം. ആ വാക്യത്തിൽ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം. അപ്പൊ ഒരു സാധാരണ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള വിശ്വാസമല്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാം വിശ്വാസം ഇല്ലാതെ ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ സാധ്യമല്ലല്ലോ. വിശ്വാസം അനിവാര്യമാണ്. നമ്മൾ ഇരിക്കുന്ന കസേരയെ നമുക്ക് വിശ്വാസം വേണം, അല്ലെ ഇരിക്കാൻ പറ്റുമോ? നമ്മളൊരു ഫാനിന്റെ കീഴിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഫാൻ ഒടിഞ്ഞ് തലേ വീഴത്തില്ല എന്നൊരു വിശ്വാസം വേണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിശ്വാസം നമുക്ക്. ഇപ്പോൾ എന്നെ ഫെയ്ത്ത് പാസ്റ്റർ വിളിച്ചത് തന്നെ വൈകുന്നേരം, ദാനിയൽ പാസ്റ്റർ എത്ര തിരക്കാണെങ്കിലും വൈകുന്നേരം വന്ന് ദൈവവചനം പ്രസംഗിക്കുമെന്നൊരു ഉറപ്പ്, ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ എന്നെ വിളിച്ചത്. അത് ഞാൻ 10 പേരെ കളിപ്പിച്ച 11ാമത്തെ ആൾ പറയോ ദാനിയൽ പാസ്റ്ററെ വിളിക്കല്ലേ, പുള്ളി സമയത്ത് വരത്തില്ല, വലിഞ്ഞു കളയും. അങ്ങനെ നല്ല സാക്ഷ്യം പ്രാപിച്ച ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. വിളിച്ചാൽ കുറച്ചാൾ കഴിയുമ്പം പറയൂ പാസ്റ്ററെ, ആ ദേവദാസിനെ വിളിക്കല്ലേ, വിളിച്ചാൽ വരാന്നൊക്കെ പറയും, പോസ്റ്റർ അടിക്കും. പക്ഷെ ആള് സമയത്ത് വരത്തില്ല. സമയത്ത് പറയും വണ്ടിയുടെ ടയർ പഞ്ചറായി പോയെന്ന് പറയും, അല്ലെങ്കിൽ വല്യപ്പൻ ആശുപത്രിയിലാന്ന് പറയും. എങ്ങനെയും ഒഴിഞ്ഞു മാറുന്ന ആളാ, അതുകൊണ്ട് പുള്ളിയെ വിളിക്കില്ല. അപ്പൊ നമുക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ ആ വിശ്വാസം, അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള മാനുഷികമായൊരു വിശ്വാസത്തെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അൺസീൻ പവർ അല്ലേ ദൈവം? അൺസീൻ പവർ. ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന ദൈവം ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, ചുമ്മാ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവം ഉണ്ടെന്ന് എന്റെ അകക്കണ്ണുകൾ തുറന്നു, നിങ്ങളുടെ അകക്കണ്ണുകൾ തുറന്നു, ബോൾസം പാടിയപ്പോ ഞാൻ ഇരുന്ന് കരഞ്ഞിവിടെ. അതൊക്കെ ആ അകത്തളത്തിലുണ്ടായിരിക്കുന്ന ആത്മീയ പരിവേഷമാണ്, ആത്മീയമായ ചൈതന്യമാണ്. പറയുന്ന മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പൊ വിശ്വാസവും ആത്മീയതയും എന്നൊക്കെ പറഞ്ഞാൽ പുറമെയുള്ള പ്രകടനങ്ങളല്ല, പിന്നെ അകത്തളത്തിൽ നിന്നുണ്ടായി പുറത്തു വരുന്ന ഒരു പ്രത്യേക സംഭവമാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം, ഒരു കാണാത്ത കാര്യം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ തൊടാൻ പറ്റാത്ത, എന്റെ മോർട്ടൽ ഹാൻഡ് കൊണ്ട്, ഈ ബലഹീന കരം കൊണ്ട് എനിക്ക് നീട്ടി പിടിക്കാൻ പറ്റാത്ത അൺസീൻ പവർ. എന്റെ ദൈവത്തെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ബട്ട് ഐ ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. അതെ, എത്ര പേർക്ക് ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം, ആ മുറിക്കകത്ത് ദൈവ സാന്നിധ്യം, ഇരിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക ശക്തി അനുഭവിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. തിരിച്ചറിയാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ ആ അൺസീൻ പവർ, കാണാൻ കഴിയാത്ത, തൊടാൻ കഴിയാത്ത ദൈവത്തെ ഒന്ന് തൊട്ടറിയാൻ, ആമേൻ, അകക്കണ്ണുകൾ തുറന്നൊന്ന് കാണാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടിനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്.
നിങ്ങൾ ഇരിക്കുന്ന ബെഡ്റൂമിനകത്ത്, നിങ്ങൾ ഇരിക്കുന്ന ഓഫീസ് റൂമിനകത്ത്, നിങ്ങൾ ആയിരിക്കുന്ന തലങ്ങളിൽ ദൈവസാന്നിധ്യം വിശ്വാസത്തോടെ അനുഭവിക്കാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതാണ് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അതാണ് വിശ്വാസം. ഞാൻ ഈ പ്രസംഗിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ആമേൻ, അതാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് പലതും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ചിന്തിച്ചു പോകും. ഈ ദൈവം ഉണ്ടെന്ന് ചിലർക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി കണ്ടാൽ തോന്നും ദൈവം ഇല്ലെന്ന്. ആമേൻ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ സ്വർഗം ഉണ്ടെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നവർ, പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, ചിലരുടെ പ്രവൃത്തി കണ്ടാൽ സ്വർഗം ഉണ്ടോ? സ്വർഗം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ പറയുമോ? അപ്പൊ ഇവര് പ്രസംഗിക്കുന്നത്, അപ്പോൾ ജീവിതവും പ്രസംഗവും പ്രവൃത്തിയും എല്ലാം കോർത്തിണക്കണമെങ്കിൽ ദൈവത്തെ അനുഭവിച്ചാലേ പറ്റുള്ളൂ. ചുമ്മാതെ ബൈബിൾ കോളേജിൽ പഠിച്ചാലോ ഒന്നും ദൈവകൃപ അനുഭവിക്കാൻ പറ്റില്ല. ദൈവകൃപ അനുഭവിക്കണം ഈ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവവുമായിട്ട് ആഴമായ ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ. അവൻ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചവന്റെ വാക്കിലൊരു മാധുര്യം കാണും, അവന്റെ ജീവിതത്തിൽ മാതൃക കാണും, അവന്റെ സംസാരത്തിൽ ദൈവത്തിൻ്റെതായ ആ ലാവണ്യ അനുഭവങ്ങൾ കാണും. ദൈവ സാന്നിധ്യം അവന്റെ ഓരോ ചേഷ്ടകളിലും അനുഭവിക്കപ്പെടും. അപ്പോൾ ഞാൻ വിഷയത്തിലെ മടങ്ങി വരികയാണ്. ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിശ്വാസം. ഞാൻ വിശ്വാസത്തിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന്, രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനമില്ല. രണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. മൂന്നാമത്, ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദൈവ സാന്നിധ്യം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും. അബൈഡ് ഇൻ ഗോഡ്. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്, ലോകത്തിൽ ആർക്കും മുറിച്ചു മാറ്റാൻ കഴിയാത്ത, മുറിച്ചാൽ തീർന്നു. എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മുറിച്ചു കളഞ്ഞാൽ പിന്നെ എൻ്റെ ഡെഡ് ആക്കാൻ, ദർ ഇസ് നോ ലൈഫ്. Even my finger, if someone cut my finger, ആ ഫിംഗറിനൊന്നിനും കൊള്ളത്തില്ല. ആണോ അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങള്? അതുപോലാണ് ഒരു ആത്മീയൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവുമായിട്ട് നീ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ. വേറൊരു മർമ്മം കൂടെ ഞാൻ പറയാം. ഞാൻ ഇത്രയും നാൾ 32 വർഷം സുവിശേഷ വേലയാണ്. 16 വയസ്സ് തൊട്ട് വചന പ്രസംഗം നടക്കുക. ഞാൻ എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കപ്പെട്ടാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഗുഡ് ഫോർ നത്തിങ്. ചണ്ടിക്ക് കളയാനേ കൊള്ളാവൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആമേൻ. ഇനി ഞാൻ ഏത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാന്ന് പറഞ്ഞാലും, ഇനിയും ഇന്റർനാഷണൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും, എൻ്റെ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ കട്ട് ഓഫ് ആയാൽ പിന്നെ എന്നെ ഗുഡ് ഫോർ നത്തിങ്. മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ എന്നെ തന്നെ അങ്ങ് പറഞ്ഞതിന്റെ കാര്യം എല്ലാവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. എൻ്റെ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ല ഞാനെങ്കിൽ എന്നെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ആമേൻ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന്, രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനമില്ല. വിമോചനം എന്ന് പറഞ്ഞാൽ വിമോചനം എന്ന് പറഞ്ഞാൽ സാൽവേഷൻ, രക്ഷയാണ്. അതിന്റെ അർത്ഥം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, പാപത്തിന്റെ നുകത്തിനകത്തെ അടിമത്തത്തിലായിരിക്കുന്ന എനിക്ക് പാപത്തിന്റെ നുകത്തിൽ നിന്നും പുറത്തു വരാൻ യേശുവിന്റെ രക്തം മതിയായതാണ്. അതിന് മാത്രമേ പറ്റൂ. പാപത്തിന്റെ അടിമത്തത്തിനകത്തുനിന്ന് പിശാചിന്റെ നുകത്തെ തകർത്തു മാറ്റി യേശുവിന്റെ നുകം എൻ്റെ മേൽ വരണം. പിശാചിന്റെ നുകത്തിനകത്തുനിന്ന് എന്നെ അറുത്തു മാറ്റി സ്വതന്ത്രമാക്കി നീ ഇഷ്ടമുള്ളോ ചെയ്തോ എന്ന് പറഞ്ഞ് വിടുന്ന ഏത് പാപവും ചെയ്യാം. ഇപ്പൊ അങ്ങനെ ടീച്ചിങ് ഉണ്ട്. പിശാചിന്റെ നുകത്തെ തകർത്ത് നിന്നെ വിട്ടിരിക്കുക, നീ എന്ത് ചെയ്തോ നിനക്ക് എന്തും ചെയ്യാം. നോ,
ഐ കനോട്ട് ഡു, ഐ കാൺ ഡു ദാറ്റ്. വേദോത്സവം നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു മത്തായിയുടെ സുവിശേഷത്തിലായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിന്റെ 28 മുതൽ കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറയുന്നത് ചുമട്ടുതൊഴിലാളികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർ അതിനെ ചുമട്ടുതൊഴിലാളികളാക്കി. യേശു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെന്ന് പറയുന്നു. ചുമട്ടുതൊഴിലാളികളുടെ ലേബർ യൂണിയന്റെ കഷ്ടപ്പാടിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ മീനിങ് ആണ്. കർത്താവ് പലപ്പോഴും പഠിപ്പിച്ചത് സ്പിരിച്വൽ മീനിങ് ആണ്. എന്നെ തിന്നുന്നവർ എന്മൂലം ജീവിക്കും. ഈ സ്പിരിച്വൽ ആയിട്ടാ പറഞ്ഞേ. ഞാൻ സ്വർഗത്തിൽ ഇറങ്ങിയത് ജീവന്റെ അപ്പമാകുന്നു. കണ്ടോണ്ടുന്നവർ പറഞ്ഞു ഇവനെ തിന്നാനോ രക്ഷയില്ല, വിട്ടുകളയാം, വണ്ടി വിട്ടുകളഞ്ഞവന്മാർ. അവരെല്ലാം പോയി കഴിഞ്ഞു. ബാക്കി പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസും കുറച്ചുപേര് നിങ്ങൾക്കും പൊക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ നിത്യജീവന്റെ മൊഴികൾ നിന്റെ മക്കളുണ്ട്, ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? അപ്പോൾ കർത്താവ് പഠിപ്പിച്ചത് സ്പിരിച്വൽ മീനിങ് ആണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ നുകമാകുന്ന ഭാരം മനുഷ്യന്റെ മേൽ വച്ച് അവനെ കൊണ്ട് ഭാരം ചുമപ്പിച്ച് പിശാചിന്റെ അടിമയാക്കി, പാപത്തിന്റെ അടിമയാക്കി, അവനെ പാപത്തിൻ്റെതായ പണിയെടുപ്പിച്ച് നിത്യം നരകത്തിൽ കൊണ്ടുപോകുന്ന പൈശാചിക ശക്തിയുടെ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്ന് പറഞ്ഞാൽ I am going to break the yoke of all evil powers, but I am going to give you a yoke, another yoke. Amen. എനിക്കതാ ഇഷ്ടപ്പെട്ടെ. എന്റെ ചുമലിൽ മനുഷ്യ പറഞ്ഞു, എന്റെ ചുമലിൽ പിശാച് വച്ചിരുന്ന ആ യോക്കിനെ ഒടിച്ച് തകർത്തു മാറ്റി എന്റെ തോളിൽ വേറൊരു നുകം വെച്ചു. ആ നുകം എന്റെ യേശുവിന്റെ നുകമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പാപത്തിന്റെ അടിമയല്ല, എന്റെ യേശുവിന്റെ അടിമയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അതാ കർത്താവ് പറഞ്ഞത്, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്ന, താങ്ങാൻ കഴിയുന്ന, എന്നെ വചനത്തിൽ നടത്തുന്ന, എന്നെ വിശുദ്ധിയിൽ നടത്തുന്ന, എന്നെ ദൈവകൃപയിൽ നടത്തുന്ന ഒരു നുകം എന്റെ ചുമലിൽ വെച്ചു തന്നു. ആമേൻ. അപ്പൊ ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിന്റെ നുകത്തെ തകർത്തു മാറ്റാൻ, അതാണ് വിമോചനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. വിമോചനം. പ്രൈസ് ദി ലോർഡ്. ആ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് എന്നെ വിമോചിപ്പിച്ച് എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്നു. അതിന് എന്റെ ദൈവം എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കൊടുത്ത മറുവിലയാണ് യേശുവിന്റെ രക്തം. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി കൊലക്കളത്തിൽ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുക്കാൻ, എനിക്ക് വിമോചനം നൽകുവാൻ, എന്നെ മോചിപ്പിക്കാൻ എന്റെ കർത്താവിന് എന്നോട് ഇഷ്ടം തോന്നി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, പാപഭാരം ചുമക്കുന്ന, ലോകത്തിന്റെ വേദനകളിൽ കുടുങ്ങിക്കിടക്കുന്ന, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയുന്നു. നിന്റെ പാപത്തിന്റെ ഭാരത്തെ, ആ പാപത്തിന്റെ നുകത്തെ, ഒന്നുകിൽ മദ്യപാനത്തിന്റെ നുകമായിരിക്കും, അല്ലെങ്കിൽ കടഭാരത്തിന്റെ നുകമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വേദനകൾ, കുടുംബം തകർക്കുന്ന പൈശാചിക നുകങ്ങൾ, അമൻ നിവർന്നു നിൽക്കാൻ കഴിയാതെ ശത്രു വച്ചിരിക്കുന്ന സകല നുകങ്ങളും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ നുകത്തെ ദൈവം തകർത്തു മാറ്റി സ്വാതന്ത്ര്യം തന്ന്
ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നിനക്ക് തന്ന് അവന്റെ മകനാക്കി മകളാക്കി മാറ്റുന്ന ഒരു അനുഭവം ദൈവം തരാൻ പോകുകയാണ്. ഈ രക്തച്ചൊരിച്ചിൽ കൂടാതെ വിമോചനം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് ഒരുപോലെ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം വരെ ഈ രക്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. യാഗത്തിന്റെയൊക്കെ അൾട്ടിമേറ്റ് എയിം രക്തമാണ്. അതിലെ പഴയ നിയമത്തിൽ കാണുന്ന മുഴുവൻ രക്തച്ചൊരിച്ചിലുകളും എന്ന് പറഞ്ഞാൽ യാഗങ്ങളുടെ രക്തച്ചൊരിച്ചിലുകൾ എല്ലാം തന്നെ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിന്റെ നിഴലാണ്. ഏദൻ ഭൂഗാവനത്തിൽ മനുഷ്യർക്ക് പാപം ചെയ്തു, ആത്മീക തേജസ് നഷ്ടപ്പെട്ടു, നഗ്നനായി തീർന്നു. സർവശക്തനായ ദൈവം ഇറങ്ങി വന്നു. അവന് നഗ്നത മറയ്ക്കാൻ ഒരു മൃഗത്തെ അറുത്തിന് തോലുകൊണ്ട് അവന് ഉടുപ്പുണ്ടാക്കി കൊടുത്തു. ഈ യാഗം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:15 പറഞ്ഞിരിക്കുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, അവന്റെ കുതികാല് തകർക്കും. ശ്രദ്ധിക്കണമേ, ഇങ്ങനെയുള്ള ദൈവവചനങ്ങളെല്ലാം തന്നെ യാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇന്ന് രാത്രിയിൽ എന്ന് വെച്ചാൽ 430 സംവത്സരങ്ങൾ മിസ്രയീമിൽ അടിമകളായി കിടന്ന ഇസ്രായേൽ മക്കൾ വിടുതലിനു വേണ്ടി കരയുകയാണ്. 430 സംവത്സരങ്ങൾ. നോക്ക്, 430 സംവത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ 25 വർഷം ഒരു ദേശത്ത് പോയി താമസിച്ചാൽ പിന്നെ ആ ദേശം വിട്ടുപോകാൻ പാടാം. അവിടെ അങ്ങ് സെറ്റിൽഡ് ആവും. 430 വർഷം താമസിച്ച സ്ഥലത്തു നിന്ന് മടങ്ങി കനാനിൽ പോകണമെന്ന് ചിന്ത വരാൻ കാരണം അവിടെ വേദന വന്നപ്പോഴാണ്. അവിടെ അടിമത്തം വന്നു. ഇഷ്ടിക ചൂടയിൽ പണിയെടുക്കേണ്ടി വന്നപ്പോഴാണ് പറഞ്ഞത്, ദൈവമേ തിരിച്ചു പോകാൻ. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് കർത്താവിലേക്ക് നോക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മൾ പറയൂ കഷ്ടതയാ പ്രയാസം. ഈ കഷ്ടത വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയുമായിരുന്നു. അതൊക്കെ ഒരു നിമിത്തമല്ലായിരുന്നോ? ജീവിതത്തിലുണ്ടായ വേദനകൾ, കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ഇതൊക്കെയല്ലേ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത്. ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു. അതാണ് കർത്താവ് മിദ്യാൻ മരുഭൂമിയിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ട്, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. എന്റെ ജനത്തിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു. എന്തോ കർത്താവിനെ പറയാൻ കാരണം, ജനം നിലവിളിച്ചു. എന്തോ വന്നപ്പോഴാണ് നിലവിളിച്ച, കഷ്ടത വന്നപ്പോഴോ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില പ്രതിസന്ധികൾ, ചില വേദനകൾ, ജീവിതത്തിൽ കടന്നുപോയ ചില കഷ്ടതകളാണ് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ എന്നെയും നിങ്ങളെയും മതിയായതാക്കിയത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കയില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ സുഖത്തിന്റെ മണ്ഡലത്തിൽ ഒതുങ്ങിപ്പോകുമായിരുന്നു. ആ അടിമത്തമാണെങ്കിലും അടിമത്തത്തിനകത്തെ സുഖം നമ്മൾ അനുഭവിച്ചു പോകുമായിരുന്നു. എന്നാൽ അടിമത്തത്തിൽ ഇസ്രായേൽ ജനത്തിന് പരിശോധനകളിലൂടെ പട്ടണങ്ങൾ പണിയേണ്ടതിനു വേണ്ടി പീഥോമെന്നും രാംസൽസ് എന്ന് പറയുന്ന പട്ടണം പണിയുവാൻ അവരെ ഊഴിയ വിചാരകന്മാരെ കഷ്ടപ്പെടുത്തിയപ്പോഴാണ് അവർ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഞങ്ങളെ മടക്കി വെക്കണമേ, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് തരണമേ. ദൈവം വീണ്ടെടുപ്പിന് വേണ്ടി പദ്ധതിയിട്ടു. ആ വീണ്ടെടുപ്പ് പദ്ധതികളുടെ പൊന്നിലെ കഥകളൊന്നും പറയാൻ സമയമില്ല. എങ്കിലും അതിനെ സംഭവിച്ച വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഉപയോഗിച്ച പദ്ധതി, ആ പ്രോജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ? 12-ാം അധ്യായം 12-ാമത്തെ ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടുജീവികളുടെയും ഒക്കെയും സംഹരിക്കും. ഇസ്രായേലിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ശ്രദ്ധിക്കണമേ, ദൈവം പദ്ധതി ഇട്ടു. എന്താ പദ്ധതി?
രക്തത്താലുള്ള വീണ്ടെടുപ്പ്, അതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. രക്തത്താലുള്ള വീണ്ടെടുപ്പ്. അത് നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ 21 മുതൽ ചവിട്ട് വായിക്കും. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെ വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് പെസഹയെ അറുപ്പീൻ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും പുരട്ടണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. ഞാൻ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കാൻ കടന്നു വരുമെന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. ദണ്ഡിപ്പിക്കേണ്ടത് സംഹാരം വരുവാൻ സമ്മതിക്കയില്ല. നോക്കുക, ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പെസഹ കുഞ്ഞാട്, ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടുകയാണ്. എന്തിനാ അറുക്കപ്പെടുന്നത്? അതിന്റെ രക്തം ഇസ്രായേൽ കുടുംബങ്ങളുടെ കട്ടളപ്പടികളുടെ പടിയിലുമേലും കുറുമ്പടികളുടെ മേലും പുരട്ടണം. ഈസോപ്പ് തണ്ടിന്റെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി പുരട്ടണം. ഏതാ? ആ കുടുംബത്തിന് വേണ്ടി അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ രക്തമെടുത്ത് പുരട്ടണം. ഈ രക്തമടയാളമുള്ള കുടുംബങ്ങളെ, വീടുകളെ സംഹാരകൻ ഒഴിഞ്ഞു പോകും. എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വീടിന്റെ വാതിലിന് പുറത്ത് ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ബി ഇൻസൈഡ് ദ ഡോർ. ആ ഒരു രക്തം പുരണ്ട കുറുമ്പടികളുടെ മേൽ കട്ടളപ്പടികളുടെ മേലും ആ ഡോർ സ്റ്റെപ്പിൽ രക്തം പുരണ്ട വീടിന്റെ അകത്തളത്തിലായിരിക്കണം. ആമേൻ. എത്ര മനോഹരമായ ദൂതായത്. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞാടിന്റെ രക്ത അടയാളത്തിന്റെ അകത്തിരിക്കുന്നവനും മാത്രമേ സംരക്ഷണമുള്ളൂ. ഞാൻ ദൈവവചനത്തെ 100% വിശ്വസിക്കുന്നതാണ്. ചുമ്മാതെ ഇങ്ങനെ വേഗമായിട്ട് പ്രസംഗിച്ചു വിടുന്ന ആളൊന്നുമല്ല ഞാൻ. മർത്തോമാ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ദൈവത്തെ, എന്റെ അപ്പം മരിക്കുന്നവരെ മർത്തോമായിലായിരുന്നു. കർത്താവിനെ നേരിട്ട് കണ്ടിറങ്ങിയതാ ഞാൻ. ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കരയുന്ന അനുഭവങ്ങളായിരുന്നു. വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുമ്പോഴേ ഞാൻ എവിടാണെന്ന് പോലും എൻ്റെ അപ്പനോ എൻ്റെ സഹോദരങ്ങൾക്കോ അറിയത്തില്ല. 14-ാമത്തെ ദിവസം അമ്മ മരിച്ചു പോയത്. അമ്മ ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. കർത്താവിനെ നേരിട്ട് കണ്ട് ദൈവത്തിന്റെ മഹത്വം കണ്ട്, അതാണ് പോൽസം പാട്ട് പാടിയപ്പോഴും ഇവിടുന്ന് കരഞ്ഞു പോയത് ദൈവവുമായിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കണ്ണുനീരൊന്നും വരത്തില്ല. ഇന്ന് എവിടെ കണ്ണുനീര്? എത്ര പേർക്ക് കരയാൻ പറ്റുന്നുണ്ട്? ദൈവസന്നിധിയും ദൈവ സാന്നിധ്യത്തിൽ കണ്ണുനീരൊഴുക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നെ ഇതിനകത്തൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാം വെറും പ്രഹസനങ്ങളായി മാറിയില്ലേ? എല്ലാം വെറും പ്രകടനങ്ങളായി മാറിയില്ലേ? ദൈവത്തിന് നമ്മുടെ ഔട്ട്വെയർ അപ്പിയറൻസ് ഒന്നും വേണ്ട കേട്ടോ. ദൈവത്തിന് നിന്റെ ആക്ഷൻ അല്ല ആവശ്യം, ദൈവത്തിന് നിന്റെ റിയാക്ഷൻ ആണ് ആവശ്യം. ദൈവവചനത്തെ നീ കേട്ട് എഴുതിയെടുത്ത് പഠിച്ച് നീ അതിൽ PhD എടുക്കാനല്ല ദൈവം നിന്നോട് ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തോട് പ്രതികരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവവചനത്തെ ഉൾക്കൊള്ളാൻ നിനക്ക് മനസ്സുണ്ടോ? വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ മനസ്സുണ്ടോ? വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ദൈവവചനത്തിന് മുമ്പിൽ കരയാൻ കഴിയുമോ? നിന്നെയാണ് ഈ തലമുറയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആക്ഷൻ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിന്റെ റിയാക്ഷൻ ആണ് ആവശ്യം. വചനത്തോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? വചനത്തോട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? വചനത്തെ നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? വചനത്തെ നിനക്ക് പൂർണ്ണമായി ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ നിനക്ക് വരാൻ പറ്റുമോ? രക്തത്തെ കുറിച്ച് പ്രസംഗിച്ചാലൊന്നും രക്തത്തിന്റെ മറവിൽ വരത്തില്ല. രക്തത്തെ കുറിച്ച് പ്രസംഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? രക്തത്തെ കുറിച്ച് പ്രസംഗിച്ചെന്ന് കരുതി രക്തത്തിന്റെ മറവിൽ വരണമെന്നില്ല. മോശ രാവിലെ എല്ലാവരോടും പറഞ്ഞു, ദിവസം പറഞ്ഞു, നിങ്ങൾ ആട്ടുകുട്ടിയെ വേർതിരിക്കണം. ആട്ടുകുട്ടിയെ വേർതിരിച്ചിട്ട്
നിങ്ങൾ ഒരാടിനെ അറുക്കണം, അറുത്തിട്ട് നിങ്ങൾ പുരട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് മോശ അതുവഴി കറങ്ങി നടക്കുക എന്ന് വെച്ചു. സംഹാരകൻ വരുമ്പോൾ രക്തമറവിലല്ലെങ്കിൽ മോശയുടെയും വീടിനകത്ത് ആദിജാതൻ തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ നാളുകൾ ദൂത് പറയുന്നു. ദൈവത്തിന് പ്രസിഡന്റ് എന്നില്ല, സെക്രട്ടറി എന്നില്ല, ബിഷപ്പ് എന്നില്ല, മെത്രോപോലിറ്റൻ എന്നില്ല. ലോകത്തിലെ ഒരു വ്യക്തിയും ദൈവത്തിന് വിഷയമല്ല. രക്തം മറവിൽ നീ വരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ദൂത് പറയുക. യേശുവിന്റെ രക്തത്തിന്റെ മറവിൽ നീ വന്നാൽ ഒരു ദുഷ്ട പിശാചിന് നിന്നെ തൊടാൻ പറ്റില്ല. ഒരു ഇരുട്ടിന്റെ വ്യാപാര ശക്തിക്ക് നിന്റെ വീടിനകത്ത് കടക്കാൻ പറ്റില്ല. ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റില്ല. ഒരു സംഹാരകനും നിന്നെ ബാധിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കൂടാരം രക്തം മറവിലായിരിക്കണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കൂടാരം രക്തത്തിന്റെ മറവിൽ പറയുകയാണ്. നീ ഈ വാതിലിന് പുറത്തിറങ്ങല്ലെന്നൊക്കെ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ കാലത്ത് നമ്മുടെ ക്വാറന്റൈനും ഐസൊലേഷനും ഒക്കെ ഇതല്ലേ, അകത്തിരുന്നോണമെന്ന്. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ അകത്തളത്തിൽ നീ വരുമ്പോൾ ദൈവിക വിടുതൽ കാണാൻ പറ്റും. 1 കൊരിന്ത്യർ 5:7 പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. അതിന്റെ അർത്ഥം എന്തുവാ? ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അറുക്കപ്പെടുന്ന കുഞ്ഞാട് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന യേശു ക്രിസ്തുവിന്റെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലോറി ടു ജീസസ്. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ അല്ലാതെ വിമോചനമില്ല. There is no remission. നിന്റെ പുണ്യപ്രവർത്തികൾ, നിന്റെ കർമ്മപ്രവർത്തികൾ, ഇതെല്ലാം മനുഷ്യന്റെ സകലതും ദൈവത്തിന്റെ മുമ്പിൽ കറപുരണ്ട തുണി പോലെയാണ്. എന്നാൽ ആഴമായി നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ രക്തത്തിന്റെ മറവിൽ നീ വന്നു കഴിയുമ്പോൾ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ഞാൻ മെസ്സേജ് പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. സമയം എന്റെ കൈവിട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ സമയം നോക്കിയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന്, യേശുവിന്റെ രക്തം കൂടാതെ നമുക്ക് വിമോചനമില്ല. ഈ കെമിസ്ട്രി ഓഫ് ബ്ലഡ്, ഇതിനകത്തൊരു രസതന്ത്രമുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ ഈ കാര്യം പ്രസംഗിക്കുമ്പോൾ എനിക്ക് പറയാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം, എല്ലായിടത്തും ഒന്നും പറയാറില്ല. യേശു ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഈ രക്തസംക്രമണം എന്ന് പറയുന്ന സംഭവം, അത് കണ്ടുപിടിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. 1918 ജെയിംസ് ബ്ലണ്ടൽ എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കുറിച്ച് കണ്ടുപിടുത്തം നടത്തിയത്. 1901 കാരി ലാൻസ്റ്റൈനർ ആണ്, ഒരു ഓസ്ട്രേലിയൻ ഫിസിഷ്യനാണ്, ഫസ്റ്റ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. എന്ന് പറഞ്ഞാൽ എത്ര നാളായി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുറച്ചു നാളൊക്കെയല്ലേ ആയുള്ളൂ. കൗണ്ടബിൾ ഇയേഴ്സ് ആണ്. ഈ എണ്ണാൻ പറ്റുന്ന വർഷങ്ങൾക്കുള്ളിലാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കണ്ടുപിടിച്ചത്. മനുഷ്യന്റെ ക്രോസ് മാച്ചിങ് ഒക്കെ നടത്തി 6 ബ്ലഡ് ആർക്ക് കൊടുക്കാം എന്ന് കണ്ടുപിടിച്ച് എത്ര നാളായി. എന്നാൽ ഈ ബ്ലഡിന്റെ ഈ കെമിസ്ട്രി ഉണ്ടല്ലോ, പാപത്തിൽ മരിക്കുന്ന മനുഷ്യനെ ജീവിപ്പിക്കാൻ യേശുവിന്റെ രക്തം മതിയായത് എന്ന് കണ്ടുപിടിച്ചത് ഇന്നും ഇന്നലെ അല്ല. ആമേൻ. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പാപത്തിൽ മരിച്ചുപോയ മനുഷ്യന് യേശുവിന്റെ രക്തം നിമിത്തം പാപത്തിന്റെ മോചനം കൊടുക്കുന്ന ദൈവികമായ പദ്ധതിയെ ദൈവം രൂപപ്പെടുത്തി. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചൊരിഞ്ഞ രക്തം കൊണ്ട്
തിരുവനന്തപുരത്ത് കിടന്ന ദാനിയേൽ കൊന്നു നിൽക്കുന്നതിന് വീണ്ടെടുപ്പ് തരാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് പറഞ്ഞാൽ 2000 വർഷമായിട്ടും എന്റെ യേശുവിന്റെ രക്തം നിർജീവമായി പോയില്ല. 2000 വർഷം കഴിഞ്ഞിട്ടും എന്റെ യേശുവിന്റെ രക്തം നിർജീവമായില്ലെന്ന്. ഈ ലോകത്തിലെ ആരുടെയെങ്കിലും രക്തം ഇരിക്കുവോ? അങ്ങനെ ഇവിടുത്തെ ബ്ലഡ് ബാങ്കിലൊക്കെ ബ്ലഡ് നമുക്ക് കിട്ടും, കാശ് കൊടുത്താൽ കിട്ടും, ഗവൺമെന്റിൽ പോയാൽ ഫ്രീ ആയിട്ട് തരും. വാങ്ങിക്കുന്ന ബ്ലഡ് ബാഗില് നമുക്ക് കിട്ടുന്ന ബാഗുണ്ട്, ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ബ്ലഡ് ബാഗിൽ ഇത് എടുത്ത ഡേറ്റും ഉണ്ട്, എക്സ്പയറി ഡേറ്റും ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഒരു എക്സ്പയറി ഡേറ്റ് കാണും അതിനകത്ത്. ഇത്ര നാൾ കഴിയുമ്പോൾ ഇത് ചീത്തയായി പോകും. ഈ കെമിക്കലൊക്കെ വെച്ചാ ഇത് സൂക്ഷിക്കുന്നത്, എന്നാൽ തന്നെ ലിമിറ്റഡ് കാലയളവിലെ ഇത് ഇരിക്കുള്ളൂ. ഈ രക്തം വേറൊരാൾക്ക് കൊടുത്ത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ പറ്റും, പക്ഷേ ഇത് ലിമിറ്റഡ് കാലയളവിലെ ഇതിലെ കാലാവധിയുള്ളൂ, ചീത്തയായി പോകും. എന്നാൽ യേശുവിന്റെ രക്തം ചീത്തയായി പോകത്തില്ല. ഒരു കെമിക്കലും ഉപയോഗിക്കാതെ ഇന്നും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രക്തം യേശുവിന്റെ രക്തമാണ്. എന്താ കാര്യമെന്നറിയോ? മനുഷ്യന്റെ രക്തത്തിലെല്ലാം ജന്മപാപവും കർമ്മപാപവും അടങ്ങിയിരിക്കുമ്പോൾ പാപമില്ലാത്ത പരിശുദ്ധമായ രക്തമാണ് യേശുവിന്റെ രക്തം. അത് ചീത്തയായി പോകുന്ന രക്തമല്ല, നിർജീവമായി പോകുന്ന രക്തമല്ല, ഇന്നും ജീവിക്കുന്ന രക്തം, ഇന്നും പ്രവർത്തിക്കുന്ന രക്തം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് വേണ്ടി ഇന്നും വ്യാപരിക്കുന്ന ആ രക്തത്തിന്റെ ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിന് നിന്നെ സംരക്ഷണം ചെയ്യാനുള്ള പവറുണ്ട്. നിന്റെ വീടിനെ പരിപാലിക്കും ശക്തിയുണ്ട്, നിന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിന്റെ ചുമലിൽ പിശാചി വെച്ച നുകത്തെ തകർത്തു മാറ്റി നിത്യജീവൻ തരാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്നും വ്യാപരിക്കുന്നത് ഏറ്റെടുക്കാനും വിശ്വസിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, ആമേൻ. യേശുവിന്റെ ശരീരത്തിലെ മുറിവുകൾ, ആമേൻ, we are healed by his stripes. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു, നമുക്ക് സൗഖ്യം കിട്ടി. യേശു അടിച്ച് തകരപ്പെട്ടപ്പോൾ യേശുവിന്റെ മുറിവുകൾ കൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടി. എന്നാൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ശുദ്ധീകരിച്ച, നമ്മുടെ പാപങ്ങളെ കഴുകി മാറ്റിയത് യേശുവിന്റെ രക്തമാണ്. ആ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആമേൻ. വിശ്വാസം കൂടാതെ, പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു 9 മണി വരെ ആണല്ലോ. ആമേൻ. സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ സൽവേഷൻ, രക്ഷ, ഞാൻ സോഷ്യ തിയോളജി പ്രസംഗിക്കാൻ പോവല്ല. ഈ വിമോചനം, രക്ഷ, യേശുവിന്റെ രക്തം, ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, ഏറ്റെടുക്കണമെങ്കിൽ, യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി ചൊരിഞ്ഞുവെന്നും ഞാൻ ആഴമായി വിശ്വസിക്കുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ബെനിഫിറ്റ് വേണം? യേശുവിന്റെ രക്തച്ചൊരിച്ചിലിനാൽ ലഭ്യമായിരിക്കുന്ന മുഴുവൻ ബെനിഫിറ്റുകളും നിന്റെ വിഷയത്തിൽ വ്യാപരിക്കണമെങ്കിൽ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയണം. വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, വിശ്വാസം കൂടാതെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ആ ചൊരിയപ്പെട്ടതിന്റെ മഹത്വം അനുഭവിപ്പാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. നോക്കുക. ആമേൻ. വിശ്വാസത്തോടെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഏറ്റെടുക്കാൻ ഇന്ന് കഴിയണം. എന്നെ കേൾക്കുന്ന രോഗികളുണ്ടോ? എന്നെ കേൾക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നുണ്ടോ? വിശ്വസിക്കുന്ന യുവമക്കളെ, ഇന്ന് കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. ഇന്ന് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കും. അപ്പോൾ വിശ്വാസത്താൽ അത് പ്രാപിച്ചെടുക്കാൻ കഴിയണം.
മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിന്റെ വീട്ടിൽ ചെന്ന് ചീഞ്ഞു നാറിപ്പോയ ശരീരം ഉയർക്കത്തില്ലെന്ന് ചിന്തിച്ചിരുന്നതോട് മുമ്പിൽ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. വീട്ടിൽ നിന്ന് ആള് വന്ന് പറഞ്ഞു, യായിറോസേ, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി യേശുവിനെ നീ വെറുതെ വിട്, അസഹ്യപ്പെടുത്തണ്ട, നീ വന്ന് അവളെ കുഴിച്ചിട്. കർത്താവ് ഇത് കേട്ടിട്ട് പറഞ്ഞു, യായിറോസേ, നിന്റെ മകൾ മരിച്ചിട്ടില്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക. 12 വർഷം രക്തസ്രാവം പിടിച്ച് എല്ലാം നഷ്ടപ്പെട്ടവൾ യേശു അറിയാതെ, ജനമറിയാതെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിൽ തൊട്ട് ശക്തി വ്യാപരിച്ചു, സൗഖ്യം കിട്ടി. കർത്താവ് തിരിഞ്ഞു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നോക്കുക, വിശ്വാസത്തിന്റെ ശക്തി, അതിന്റെ മഹത്വം തിരിച്ചറിയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ഇന്ന് രാത്രിയിലും ആ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകം മുഴുവൻ വിശ്വാസത്തെ കുറിച്ചാണ്, പ്രസംഗിച്ച തീരത്തില്ല. ലേഖനം 11-ാം അധ്യായം മുഴുവൻ വിശ്വാസത്തിന്റെ ഹീറോസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, വിശ്വാസ വീരന്മാരെ കുറിച്ച്. നിങ്ങൾ ആരുടെ കൂട്ടത്തിലാ ദൈവമക്കളെ? ആർ യു വിത്ത് എമംഗ് ഹീറോസ് ഓഫ് ഫെയ്ത്ത്? വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിലാണോ? ഓർ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസ ത്യാഗികളുടെ കൂട്ടത്തിലാണോ? കാലഹരണപ്പെട്ടുപോയ വിശ്വാസത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇറങ്ങി തിരിച്ചപ്പോൾ തിളച്ചു മറിയുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. പറയുന്ന വിശ്വാസം, പ്രവർത്തിക്കുന്ന വിശ്വാസം, ചിന്തിക്കുന്ന വിശ്വാസം. പക്ഷെ കാലക്രമേണ കാലഹരണപ്പെട്ടു പോയ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസമോ എന്തോ വിശ്വാസം എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്നു രാത്രിയിലും വിശ്വാസത്തിൽ മുറുകെ പിടിച്ചോണം. ഹോൾഡ് ഓൺ ഫെയ്ത്ത്. വിശ്വാസത്തിൽ മുറുകെ പിടിക്കണം. വിശ്വാസം തള്ളിക്കളയരുത്, വിശ്വാസം ത്യജിച്ചു കളയരുത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, വിശ്വാസത്തിന് നല്ല പോർ പൊരുതുവീൻ, വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. ഓ, എന്തോ വചനങ്ങളാ! മനസ്സിലാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഏറ്റെടുക്ക. ദൈവത്തിന്റെ പൈതലെ, ദൈവശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഈ സൂമിനകത്ത്, ഈ ഫേസ്ബുക്കിനകത്ത് ഞാൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. പൗലോസ് ലുസ്ത്രയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുത്തൻ പൗലോസിനെ ഉറ്റുനോക്കി. സൗഖ്യമാകാൻ അവന് മനസ്സുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പൗലോസ് അവന്റെ വിശ്വാസം കണ്ടിട്ട് അവനോട് നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. കുതിച്ചെഴുന്നേറ്റ് നടന്നെന്ന. ഓ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവിശ്വാസത്തിന്റെ ദുഷ്ടഹൃദയങ്ങളെ മാറ്റിവെച്ച് അവിശ്വാസത്തിന്റെ നെഗറ്റീവ് നിഷേധാത്മകമായ വാചകങ്ങളെ അവസാനിപ്പിച്ച് പറ, എന്റെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ പാപത്തെ മോചിക്കാൻ, എന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, എന്റെ വിഷയങ്ങളിൽ അത്ഭുതം ചെയ്യാൻ യേശു മതിയായവൻ. ആമേൻ. സമയത്തിന്റെ കുറവുകൊണ്ട് അടുത്ത വിഷയത്തേക്ക് കയറുക. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും, ദൈവ സാന്നിധ്യമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളമില്ലാതെ ഒരു വൃക്ഷത്തിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. 1 or 2 days മാക്സിമം വെള്ളത്തിന്റെ നനവില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഓക്സിജൻ ഇല്ലാതെ ഒരു മനുഷ്യന് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. If God is not with us, we are zero. If God is with us, we are hero. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹീറോയാ. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, അതുകൊണ്ട് യോശ പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ, നിങ്ങൾ വിടല്ലേ, മുന്നോട്ട് വിടരുത്, മുന്നോട്ട് പോകണോ, യു മസ്റ്റ് കം വിത്ത് us. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഐ വിൽ ബി വിത്ത് യു അണ്ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഞാൻ നിങ്ങളുടെ കൂടെ ലോകത്തിന്റെ അവസാനത്തോളം ഇരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ പണം കാണും, പദവികൾ കാണും,
നിങ്ങൾക്ക് ഒരുപക്ഷെ ധാരാളം സമ്പത്ത് കാണും. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച പോലെയുള്ളു കേട്ടോ. കർത്താവ് കൂടില്ലെങ്കിൽ ഇതൊന്നും നമ്മളെ സഹായിക്കില്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് മതി. ചെറ്റപ്പുരയ്ക്കകത്താണ് നീ കിടക്കുന്നതെങ്കിലും ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ചെറ്റപ്പുരയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് സ്വർഗതുല്യമായ അനുഭവമാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ആഴമായ അനുഭവങ്ങളിൽ ചേർന്ന് നടക്കാൻ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു. 365 വർഷങ്ങൾ ഈ നടന്നു. 365 years walked with God. ആദ്യത്തെ 65 വർഷം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ജനിച്ചത്. അത് കഴിഞ്ഞ് കൂടുതൽ അടുത്ത് നടന്നെന്നാണ് വേദപുസ്തകം പറയുന്നത്, ദൈവത്തിന്റെ കൂടെ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, nothing can separate me from the love of Christ. എന്റെ ദൈവത്തിൽ നിന്നും ദൈവ സ്നേഹത്തിൽ നിന്നും മുറിച്ചു മാറ്റാൻ ഒരു ഇരുട്ടിന്റെ വ്യാപാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് ദൈവമക്കളെ? ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെ നടക്കാൻ കർത്താവ് കൂടെ നടന്നാൽ പ്രതിസന്ധികൾ മാറിപ്പോകും, തർക്കങ്ങൾ, വാദങ്ങൾ മാറിപ്പോകും. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടന്നു. ദൈവ സാന്നിധ്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ മാറിപ്പോയി. രാത്രിയുടെ 4-ാം യാമത്തിൽ കാറ്റും കോളും കൊണ്ട് പടവ് മുങ്ങുമ്പോൾ യേശു കടലിന്റെ മീതെ നടന്നു വന്നു. ദൈവ സാന്നിധ്യത്തിൽ പ്രതികൂലങ്ങൾ മാറിപ്പോയി. യേശുവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, ആമേൻ, യേശുവിന്റെ രക്തം. 2, യേശുവിലുള്ള വിശ്വാസം. 3, യേശുവിന്റെ സാന്നിധ്യം. ഈ പെട്ടകം, ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടോ, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. പെട്ടകം ഉണ്ടായിരുന്ന ഓബേദോമിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു. പെട്ടകമുണ്ടായിരുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. യോർദാന് നടുവിൽ പെട്ടകം പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ നിന്നപ്പോൾ യോർദാൻ ആമേൻ 2ആയി പിരിഞ്ഞു നിന്നു. നിന്റെ പ്രതിസന്ധികൾ മാറണമെങ്കിൽ, വെല്ലുവിളികൾ മാറണമെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. കർത്താവിനെ പിരിയാത്തൊരു ജീവിതം ഉണ്ടാകണം. സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവകരങ്ങളിലേക്ക് ഇന്നു രാത്രി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ആത്മരക്ഷ വെളിപ്പെട്ടു വരട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുവാൻ, നല്ല അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പൊക്കെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെ ഇടയാക്കിയല്ലോ കർത്താവെ. ഞങ്ങൾ കേട്ടതുപോലെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിപ്പാൻ, അങ്ങനെയുള്ള ആഴമായ വിശ്വാസത്തിൽ മുന്നേറുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുമാറാകണമേ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിനായി സ്തോത്രം, തന്റെ സഭയ്ക്കായി സ്തോത്രം. ഈ സൂമിൽ, ഈ ഫേസ്ബുക്കിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്. അവസരം തന്ന കർത്താവിന്റെ ദാസൻ ഫെയ്ത്ത് പാസ്റ്ററിനോടും എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് ഇന്ന് രാത്രി നമ്മളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിനായി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രാത്രിയും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ പരമാർത്ഥ മനസ്സുകളെ ഉണർത്തുന്ന ദൈവിക സന്ദേശം, യഥാർത്ഥമായ സുവിശേഷത്തിന്റെ സത്യസന്ദേശം കേൾക്കുവാൻ ഇന്ന് രാത്രിയും കർത്താവ് അവസരം നൽകി. യേശുവിന്റെ രക്തത്തെ പറ്റി, യേശുവിനുള്ള വിശ്വാസത്തെ പറ്റി, യേശുവുമായിട്ടുള്ള ആഴമായ ബന്ധത്തെ പറ്റി, ഒരു എന്നേക്ക് നിലനിൽക്കുന്ന സജീവവും നിരന്തരവുമായ ആ ഒരു ബന്ധത്തെ പറ്റി, ദൈവ സാന്നിധ്യത്തെ പറ്റി കേൾക്കുവാൻ ഇന്ന് രാത്രി അവസരം നൽകി. വളരെ നമ്മുടെ ഹൃദയത്തോട് ദൈവം ഇന്ന് രാത്രി സംസാരിച്ചു. പ്രിയരെ, ഈ ദൈവിക സന്ദേശത്തിന് മുമ്പിൽ നമ്മളെ തന്നെ വിധേയരാക്കിക്കൊള്ളുന്ന രാത്രിയും
ദൈവപാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയും നമ്മോട് വളരെ തിരക്കുകളുടെ നടുവിൽ ജോയിൻ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം അറിയിച്ച പ്രിയ കത്തുദാസൻ പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്ന അവർക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും അനേകായിരങ്ങൾക്ക് ആശ്വാസമായി പ്രിയ കത്തുദാസനെ ശക്തമായി തുടർന്ന് ഉപയോഗിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും ആശംസകളും പ്രിയ ദേവദാസനെ അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കർത്താവ് അധികമായി സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെല്ലാം അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാളെയും നമ്മുടെ ഈ മീറ്റിംഗിന്റെ ഫോക്കസ് ഹോപ്പ് എൻകൗണ്ടറിന്റെ അവസാന ദിവസമാണ്. നാളെ നമ്മോട് ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും വചനം സംസാരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ബ്ലസൻ മേമനെയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കൂടി വരാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കേൾക്കപ്പെട്ട ദൈവിക ദൂതുകൾക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രിയ കത്തുദാസൻ പാസ്റ്റർ ജേക്കബ് ചാക്കോ പ്രാർത്ഥിക്കുകയും പ്രിയ കത്തുദാസൻ പാസ്റ്റർ ബിയവരൻ ജോർജ് അവർ ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനസ്സിലുള്ള കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ രാത്രികാലം അങ്ങയുടെ പാദത്തിൽ ഈ സൂം മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭവനങ്ങളിൽ ഞങ്ങൾക്കിരുന്ന് അങ്ങയുടെ വചനം കേൾക്കുവാൻ അവിടെ നിലയാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ കടന്നു പോകുന്നതായിരിക്കുന്ന പ്രതിസന്ധിയിൽ തളരാതെ വിശ്വാസത്തിൽ നിൽക്കാനും മുന്നേറുവാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ. വിശേഷിയാൽ കർത്താവെ, ഫെയ്ത്ത് പ്ലസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ ക്രമീകരിച്ചിരിക്കുന്നതായിരിക്കുന്ന ഈ മീറ്റിങ്ങിനായി സ്തോത്രം. നിന്റെ ദാസന്റെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, നാളെ നടക്കുന്നതായിരിക്കുന്ന മീറ്റിങ്ങിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളെ പാടുന്നതായിരിക്കുന്ന പാട്ടും ദൈവത്തിന്റെ വചനം പറയുന്ന ദൈവദാസനെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അങ്ങയുടെ വചനം ശ്രവിച്ചതായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പറയുവാൻ നിന്റെ ദാസനെ നീ അഭിഷേകം ചെയ്തതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ രാത്രികാലം ചിന്തിച്ചതുപോലെ അവിടുത്തെ രക്തം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണല്ലോ. ആ രക്തത്താലാണല്ലോ ഞങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന പാപമോചനം. അവിടുത്തെ രക്തത്താലാണല്ലോ സാത്താന്റെ ശക്തിമേൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന പരിപാലനം. ആ രക്തം ഞങ്ങൾക്ക് അടയാളമായി മിസ്രൈമിലുള്ളായിരിക്കുന്ന ജനം തന്റെ ജനം അവിടെ പാർത്തപ്പോൾ ആ രക്തം അവർക്ക് അടയാളമായി തീർന്നപ്പോൾ മിസ്രൈമിലെ ഒരു ബാധയും അവരുടെ മേൽ അടുക്കാതെ വണ്ണം ആ രക്തം അവർക്കൊരു അടയാളമായി മതിൽക്കോട്ടയായി നിന്നതുപോലെ കാൽവറി ചൊരിഞ്ഞതായിരിക്കുന്ന രക്തത്താൽ ഞങ്ങളെ നീ പരിപാലിക്കുന്ന പരിപാലനത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ ഒഴുക്കിയതായിരിക്കുന്ന രക്തം ഞങ്ങൾ വിശ്വാസത്തോടെ കർത്താവെ ഈ രാത്രിയിൽ ഉൾക്കൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു, വിശ്വാസത്തോടെ ഞങ്ങളത് ഏറ്റുവാങ്ങുന്നു, വിശ്വാസത്തോടെ ഞങ്ങളത് സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലിന് കാരണമാക്കി തീർക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അങ്ങ് തിരുവായ്മൊഴിഞ്ഞ് പ്രസ്താവിച്ചതുപോലെ കർത്താവിനെ കൂടാതെ, കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവേ, അങ്ങേ പിരിഞ്ഞു പോയതായിരിക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ പടക് ശൂന്യമായതായി ഞങ്ങൾ അറിയുന്നല്ലോ. അങ്ങയെ പിരിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർ ശൂന്യമായ പടകുമായി ഇരുന്നപ്പോൾ, ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവരുടെ പടകിനെ നിറച്ച കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തോടെ ഈ പറഞ്ഞതായിരിക്കുന്ന ദൈവവചനം ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ജീവിതത്തിൽ തരുമാറാകണമേ. കുടുംബ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം തരണമേ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആ ദൈവ സാന്നിധ്യം തരണമേ. ഞങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം പറയുമ്പോഴൊക്കെ ആ ദൈവ സാന്നിധ്യം അതിൽ വെളിപ്പെടുമാറാകണമേ. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടതായിരിക്കുന്ന തന്റെ ദാസന്മാരുടെ മുമ്പിൽ കർത്താവെ ചെങ്കടലിൽ നിൽക്കുവാൻ കഴിയില്ല. ദൈവ സാന്നിധ്യം ആ പെട്ടകത്തിൽ കൂടെ വെളിപ്പെട്ടപ്പോൾ യോർദാൻ അവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്കെതിരായി വരുന്നതായിരിക്കുന്ന സകല ശക്തികൾ മേലും ദൈവ സാന്നിധ്യം കൊണ്ട് അതിനെ നേതൃത്വം നിൽക്കുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദിനം പ്രഖ്യാപിപ്പാൻ നിന്റെ ദാസനെ നീ അഭിഷേകം ചെയ്തതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്ന് നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ, ശുശ്രൂഷയെ മാനിക്കണം. വചനം കേട്ടതായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവെ, ദൈവമക്കളെയും കർത്താവെ, പുതുതായി അതെ ഈ ദൈവദിനം കേട്ടതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം നീ എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവനെ സൂക്ഷിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സിനോടും കുടുംബത്തോടും നെടുങ്കാടപ്പള്ളി സഭയോടും പ്രവർത്തനങ്ങളോടും കൂടെയും കർത്താവിന്റെ വീണ്ടും വരുവരെയും ഇന്ന് പോലും നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 നാളത്തെ പ്രോഗ്രാമിന്റെ നോട്ടീസാണ് ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ നാളെ കൃത്യസമയത്ത് കൂടി വരാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും.
adore you. We love you, Father. We love you, Lord Jesus. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പാ. മാരക ശന്തകരകസി റീബ ഖബാരമാലഗക്ഷം ധനാസഗത്യാനക അന്തലേഖേ